വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ടിൻസിമോൾ CK. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് റിക്വയർമെൻറ്റ്, എന്താണ് ടെസ്റ്റിംഗ്, എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ് പോയി ഒന്ന് കേട്ടിട്ട് വന്നിട്ട് വേണം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്ന ടെക്നിക്കൽ ടേമുകൾ, റിക്വയർമെൻ്റ് എന്ന് പറയുന്ന ടൈം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ മുന്നോട്ട് പോകുമ്പം. അപ്പം കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് വന്നിട്ട് വേണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് ഒരു ഡെഫിനിഷൻ പഠിച്ചായിരുന്നല്ലേ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് എ സിസ്റ്റം ബൈ മാനുവൽ ഓർ ഓട്ടോമാറ്റിക് means and verifies that it satisfies a specified requirements or identify difference between expected and actual results. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. സോഫ്റ്റ്വെയറിനെ നമുക്ക് രണ്ടായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മാനുവലായിട്ടും ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ടും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റുകളെല്ലാം ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്റ്റഡ് റിസൾട്ടും തമ്മിലുള്ള ഡിഫറൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഇവിടെ ഞാൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് മറ്റൊരു ഡെഫിനിഷനോടെ പറഞ്ഞുതരാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് വാലിഡേറ്റിംഗ് ആൻഡ് വെരിഫൈങ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ഡെഫിനിഷനാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് വാലിഡേറ്റിംഗ് ആൻഡ് വെരിഫൈങ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. സിംപ്ലി പറഞ്ഞാൽ വാലിഡേഷൻ പ്ലസ് വെരിഫിക്കേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയാം സിംപിളി. പിന്നെ ഈ ഒരു ഡെഫിനിഷൻ കൂടെ ആദ്യം നമ്മൾ പഠിച്ച ഡെഫിനിഷൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതായത് വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് സിസ്റ്റം ബൈ മാനുവൽ ഓർ ഓട്ടോമാറ്റിക് മീൻസ് ആൻഡ് വെരിഫൈസ് ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് ആ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്സ് ഓർ ഐഡൻറ്റിഫൈ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് ആൻഡ് ആക്ച്വൽ റിസൾട്ട്സ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് വാലിഡേറ്റിംഗ് ആൻഡ് വെരിഫൈങ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ആ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് വെരിഫിക്കേഷൻ എന്ന ടൈമും വാലിഡേഷൻ എന്ന് പറയുന്ന ടൈമും എന്താണെന്നുള്ളതാണ്. വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ, ഈ രണ്ട് ടൈമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് വരുമ്പോഴാണ് നോക്കാനുള്ളത്. അപ്പം ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് വാട്ട് ഈസ് ദാറ്റ് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പം verification and validation. Verification, are we building the product right? Are we building the product right? Validation, are we building the right product? ഇവിടെ പ്രോഡക്റ്റ് റൈറ്റ് എന്താന്ന്, അല്ലെങ്കിൽ റൈറ്റ് പ്രോഡക്റ്റ് റൈറ്റ് ആൻഡ് റൈറ്റ് പ്രോഡക്റ്റ്, ഇത് രണ്ടും എന്താണ് എന്ന് നിങ്ങൾ ക്ലിയർലി മനസ്സിലാക്കിയിരിക്കണം. വെരിഫിക്കേഷൻ, ആർ വി ബിൽഡിംഗ് ദ പ്രോഡക്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ശരിയായ രീതിയിലാണോ എന്ന് നോക്കുന്നതാണ് വെരിഫിക്കേഷൻ. വാലിഡേഷൻ എന്ന് പറയുമ്പം ആ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആർ വി ബിൽഡിംഗ് ദ റൈറ്റ് പ്രോഡക്റ്റ്, കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടാണോ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുന്നതാണ് വാലിഡേഷൻ. അതായത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ സോഫ്റ്റ്വെയർ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതാണ് വാലിഡേഷൻ. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രോഡക്റ്റ് ബിൽഡായിട്ടില്ല, ബിൽഡ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ശരിയായ രീതിയിലാണോ എന്ന് നോക്കുന്നതാണ് വെരിഫിക്കേഷൻ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വരുന്ന ഇമ്പോർട്ടൻസ്, ഫൈൻസ് മിസ്റ്റേക്സ് എയർലി. അതായത് തുടക്കത്തിലെ തന്നെ മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടുപിടിക്കും. ടെസ്റ്റിംഗ് ഹെൽപ്സ് ക്യാച്ച് ബഗ്സ് ഓർ പ്രോബ്ലംസ് ബിഫോർ ദ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ബൈ റിയൽ പീപ്പിൾ. ബഗ് എന്ന് പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് എന്ന് ഇപ്പം മനസ്സിലാക്കി വെക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ബഗ് എന്താണ്,
ഡിഫക്റ്റ് എന്താണ്, ആ ഒരു ടേംസൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇപ്പം ബഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇറർ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പം നിലവിൽ മുന്നോട്ട് വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് നോക്കാം. അതായത് ടെസ്റ്റിംഗ് ഹെൽപ്സ് ടു ക്യാച്ച് ബഗ് ഓർ പ്രോബ്ലം ബിഫോർ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ബൈ റിയൽ പീപ്പിൾ. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ പീപ്പിളോ ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഗ്ഗിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഫൈൻഡ് മിസ്റ്റേക്ക് ഏർലി. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ ക്ലയൻറ്റിന് കൊടുക്കുകയുള്ളൂ. ഫൈൻഡ് മിസ്റ്റേക്സ് ഏർലി. നെക്സ്റ്റ് നോക്കിയാൽ ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് സോഫ്റ്റ്വെയർ. ക്വാളിറ്റി, ഒരു സോഫ്റ്റ്വെയർ ഗുഡ് ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആണെന്ന് പറയണമെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ ഇററുകൾ അല്ലെങ്കിൽ ബഗ്ഗുകൾ ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നടത്തുന്നത് വഴിയായിട്ട് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബഗ്ഗുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ ഗുഡ് ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നടത്തുന്നത് വഴിയായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഗുഡ് ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആകുന്നു. അടുത്തത് ഇൻക്രീസ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എൻഷുർ ചെയ്യുന്നത് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റിലയബിലിറ്റി, ഹൈ പെർഫോമൻസ്, ഇത്രയും കാര്യങ്ങൾ. ആ ഒരു സോഫ്റ്റ്വെയർ റിലയബിൾ ആകുമ്പോൾ, ഹൈ സെക്യൂർ ആകുമ്പോൾ, അതിന് ഒട്ടും ഡിലേ ഇല്ലാതെ അത് പെർഫോം ചെയ്യുന്നതൊക്കെ ക്ലയൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ ടൈമും കോസ്റ്റും ഒക്കെ സേവ് ചെയ്യാനും പറ്റും. കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ ക്ലയൻറ്റിന് ഇഷ്ടപ്പെടണം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നടത്തി ഒരു ഫോൾട്ടും ആ ഒരു സോഫ്റ്റ്വെയറിൽ ഇല്ല എന്ന് മനസ്സിലായാൽ മാത്രമേ ക്ലയൻറ്റിന് ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നടത്തുന്നത് വഴിയായിട്ട് നമുക്ക് ക്ലയൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് സേവ്സ് ടൈം ആൻഡ് മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സിങ് ഇഷ്യൂസ് early ഈസ് ഈസിയർ ആൻഡ് ചീപ്പർ ദാൻ ഫിക്സിങ് ദം ആഫ്റ്റർ ദ സോഫ്റ്റ്വെയർ ഈസ് റിലീസ്ഡ്. അതായത് സോഫ്റ്റ്വെയർ നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു സോഫ്റ്റ്വെയറിലുള്ള ഇററിനെ അല്ലെങ്കിൽ ബഗ്ഗിനെ കണ്ടുപിടിച്ച് അതിനെ സോൾവ് ചെയ്യുകയാണ്. ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ശേഷം ആ ഒരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തിട്ട് ബഗ് സോൾവ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ബഗ്ഗിനെ സോൾവ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. റിലീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു ഇററിനെ സോൾവ് ചെയ്യുന്നത് ഈസി ആയിരിക്കും, അതായത് ചീപ്പറായിരിക്കും, കുറച്ച് എമൗണ്ടിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ റിലീസ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രോഡക്റ്റ് ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബഗ്ഗിനെ കിട്ടി നമ്മളത് സോൾവ് ചെയ്യുമ്പം അത് ചീപ്പർ ആയിരിക്കത്തില്ല, അത് നമുക്ക് ഹൈ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അടുത്തത് മേക്സ് സോഫ്റ്റ്വെയർ സേഫ്. ടെസ്റ്റിംഗ് ക്യാൻ ചെക്ക് ഫോർ സെക്യൂരിറ്റി പ്രോബ്ലം സോ ദാറ്റ് ഹാക്കേഴ്സ് കനോട്ട് സ്റ്റീൽ ഇൻഫർമേഷൻ. അതായത് ടെസ്റ്റിംഗ് വഴിയായിട്ട് നമുക്ക് ഹാക്കേഴ്സിൽ നിന്നൊക്കെ നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിൽഡ് ട്രസ്റ്റ്. ഗുഡ് സോഫ്റ്റ്വെയർ ദാറ്റ് വർക്ക് കറക്റ്റ്ലി മേക്ക് യൂസേഴ്സ് ട്രസ്റ്റ് ദ കമ്പനി. അതായത് നമ്മുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനീനെ ക്ലയൻറ്റിന് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ കുറേ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന്. നിങ്ങൾ 1-2 അല്ലെങ്കിൽ 3-4 ഓർത്തിരിക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ മെയിൻലി ഡിവൈഡ് ചെയ്തിരിക്കുന്ന മാനുവൽ ടെസ്റ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്നാണ്. മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിങ്സ് വരുന്നുണ്ട്. നമുക്കതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് മാനുവൽ ടെസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ആൻഡ് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും കൺക്ലൂഡ് ഇത് ജസ്റ്റ് എന്താണെന്ന് പറയാം. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കുറേ കൂടെ മുന്നോട്ട് പോയിട്ടാണ് നോക്കുന്നത്. മാനുവൽ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷമായിരിക്കും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്താണെന്ന്. ജാവ ബേസ് ചെയ്ത് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും പൈത്തൺ ബേസ് ചെയ്ത് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. ഫസ്റ്റ്ലി ജാവ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വെബ് പേജിനെ ടെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പൈത്തൺ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വെബ് പേജിനെ ടെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും. ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ മാനുവൽ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ ഓട്ടോമേഷനിലേക്ക് കിടക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ് എന്നുള്ളത് ഇപ്പം ജസ്റ്റ് പറഞ്ഞു പോവേ. മാനുവൽ ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് നോക്കാം. മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ മാനുവലി ടെസ്റ്റ് ചെയ്യുന്നതാണ്
മാനുവൽ ടെസ്റ്റിംഗ്. ഒരു സോഫ്റ്റ്വെയറിനെ മാനുവലി ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ടൂളുകളുടെ ഓട്ടോമേഷൻ ടൂളുകളായ സെലീനിയം, ജെമീറ്റർ ഇതിൻ്റെ ഒന്നും സപ്പോർട്ടില്ലാതെ, ഒരു ഓട്ടോമേഷൻ ടൂളുകളുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ മാനുവലി സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്ലൈഡിൽ നോക്കിക്കേ. ഇൻ സിമ്പിൾ വേർഡ്സ്, മാനുവൽ ടെസ്റ്റിംഗ് മീൻസ് എ പേഴ്സൺ യൂസസ് ദ സോഫ്റ്റ്വെയർ ലൈക്ക് എ റിയൽ യൂസർ വുഡ്, ക്ലിക്ക് ബട്ടൺ, എൻ്ററിങ് ഡാറ്റ ആൻഡ് ചെക്കിംഗ് ഇഫ് എവറിത്തിങ് വർക്ക് ആസ് ഇറ്റ് ഷുഡ്. അതായത് മാനുവൽ ടെസ്റ്റിങ്ങിൽ ടെസ്റ്റർ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ആ ഒരു ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ആ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യും. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കും, ഡാറ്റ എൻ്റർ ചെയ്ത് നോക്കും, എല്ലാം സ്റ്റേബിളായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കും. പോരാതെ തന്നെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ആ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റുകളെല്ലാം ആ ഒരു വെബ് പേജ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാനുവലി ചെക്ക് ചെയ്യും ബൈ ഹാൻഡിൽ. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇത് ചെക്ക് ചെയ്യുന്നത് ടെസ്റ്റ് കേസ് വഴിയായിട്ടാണ്. അതായത് മാനുവലി ഒരു സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ടെസ്റ്റ് കേസ് എഴുതി കൊടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് കേസ് എന്താണെന്ന്, ടെസ്റ്റ് കേസ് എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പം പഠിക്കുന്നുണ്ട്. ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സിംപിളി ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ആ ഒരു വെബ് പേജിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ റിക്വയർമെൻറ്റുകൾ ആ ഒരു പേജ് സാറ്റിസ്ഫൈ ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് കേസുകൾ എഴുതി കൊടുക്കുന്നത്. ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ്. നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുന്ന 1 by 1 ആയിട്ട് എഴുതി കൊടുക്കുന്ന സെറ്റ് ഓഫ് ആക്ഷൻസിനെയാണ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അത്രയും മനസ്സിലാക്കിയിരിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മാനുവൽ ടെസ്റ്റിങ്ങിൽ നോ ടൂൾസ് യൂസ്ഡ്, എവറിത്തിങ് ഈസ് ടെസ്റ്റഡ് മാനുവലി ബൈ എ ടെസ്റ്റർ. ഒരു ടെസ്റ്റർ അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് മാനുവലി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്, ടൂളുകളുടെ സഹായമൊന്നുമില്ല. ടെസ്റ്റേഴ്സ് ലുക്ക് ഫോർ ബഗ് ബൈ തിങ്കിങ് ലൈക്ക് എ യൂസർ. ഒരു ക്ലയൻറ്റ് എങ്ങനെയാണ് ആ ഒരു വെബ് പേജ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനകത്ത് ബഗ്ഗുകൾ ഉണ്ടോയെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത്, ആ ഒരു കണക്കായിരിക്കും ടെസ്റ്റേഴ്സ് ആ ഒരു പേജിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റ് കേസുകളൊക്കെ എഴുതി കൊടുത്ത് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബിഹേവിയർ ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി ഫൈൻഡ് ബഗ്സ് ഹെൽപ്സ് ഫൈൻഡ് പ്രോബ്ലം ഇൻ ഹൗ ദ സോഫ്റ്റ്വെയർ ലുക്ക് ഓർ വർക്ക്. എന്നിട്ട് എന്താ, ടെസ്റ്റ് കേസുകൾ എഴുതി കൊടുത്ത് ടെസ്റ്റ് കേസുകൾ ആ ഒരു പേജിൽ പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു പേജിൽ എറർ ഉണ്ടോ അല്ലെങ്കിൽ ബഗ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ലോഗിൻ പേജ്, ഫേസ്ബുക്കിൻ്റെ ആയിക്കോട്ടെ, എന്തിൻ്റെയെങ്കിലും ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലെ ലോഗിൻ പേജ് ആണെന്ന് വിചാരിക്കുക. ഒരു ലോഗിൻ പേജിനെ മാനുവലി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ലോഗിൻ പേജ് ഓപ്പൺ ചെയ്യണം. എന്നിട്ടോ യൂസർ നെയിമും പാസ്വേഡും അടിക്കണം, ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്യണം. അന്നേരം കറക്റ്റായിട്ടുള്ള യൂസർ നെയിമും കറക്റ്റായിട്ടുള്ള പാസ്വേഡും ആണെങ്കിൽ ലോഗിൻ ആകും. കറക്റ്റ് അല്ലാത്ത യൂസർ നെയിമും പാസ്വേഡും ആണെങ്കിൽ ഒരു എറർ മെസ്സേജ് കാണിക്കും, ലോഗിൻ ആവില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ. യൂസർ നെയിമും പാസ്വേഡും രണ്ടും കറക്റ്റ് ആകണമെങ്കിൽ ലോഗിൻ ആകും. എന്നാൽ കറക്റ്റായിട്ടുള്ള യൂസർ നെയിമും തെറ്റായിട്ടുള്ള പാസ്വേഡും ആണെങ്കിൽ ലോഗിൻ ആകുമോ? ഇല്ല. അതുപോലെ തന്നെ യൂസർ നെയിം ഫീൽഡും പാസ്വേഡ് ഫീൽഡും ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ ലോഗിൻ ആകുമോ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മാനുവലി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാം. വൈ മാനുവൽ ടെസ്റ്റിംഗ് ഹിയർ? ബിക്കോസ് ദ ആപ്പ് ഈസ് സ്റ്റിൽ ന്യൂ ആൻഡ് ചേഞ്ച് ഓഫൺ. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു, നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സോഫ്റ്റ്വെയർ മാനുവലി ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ റിക്വയർമെൻറ്റ്സ് എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ മാനുവലി ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഹ്യൂമൻ ടെസ്റ്റേഴ്സ് ക്യാൻ ക്യാച്ച് തിങ്സ് ലൈക്ക് കൺഫ്യൂസിങ് ഡിസൈൻ ഓർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, കൺഫ്യൂസിങ് ഡിസൈൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. മാനുവലി പീപ്പിൾ ഇരുന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആയിരിക്കും ബെറ്റർലി നമുക്ക് മിസ്റ്റേക്കുകളെ കൂടുതലും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയുക. ഇറ്റ് ഈസ് ഫാസ്റ്റർ ടു മാനുവലി ചെക്ക് സ്മോൾ ചേഞ്ച് ദാൻ ടു റൈറ്റ് ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ്. അതായത് നമുക്ക് മാനുവലി ചെക്ക് ചെയ്യുമ്പം സ്മോൾ ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
ഈ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കോഡാണ്, അതായത് സിമ്പിൾ കോഡുകളാണ്. അത് ഓട്ടോമേഷൻ ടൂൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മാനുവൽ ടെസ്റ്റിംഗ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേരിഫിക്കേഷൻ എന്താണ്, വാലിഡേഷൻ എന്താണെന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിച്ചു. ദെൻ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. മാനുവൽ ടെസ്റ്റിംഗ് എന്താണെന്നും മാനുവൽ ടെസ്റ്റിങ്ങിന് ചെറിയ എക്സാമ്പിൾ എന്താണെന്നും ടെസ്റ്റ് കേസ് എന്ന് പറയുന്ന ആ ഒരു ടൈം എന്താണെന്നും ഒക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. മാനുവൽ ടെസ്റ്റിങ്ങിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ടെസ്റ്റ് കേസ് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടെസ്റ്റ് കേസ് എന്താണ്, ടെസ്റ്റ് കേസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മാനുവലി ഒരു സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് സെക്ഷൻ. ഹാപ്പി ലേണിംഗ് ആൻഡ് കീപ് ടെസ്റ്റിംഗ്. താങ്ക് യു.